അല്ല ഒരു വഴി പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറയുന്നു അതിലെന്തോ കുഴപ്പമെന്ന്. അവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമുക്കെന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു നിത്യജീവത്തായ അസ്തിത്വമാണ്. അവന് ഉറക്കമില്ല, മയക്കമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. നിങ്ങളുടെ മുൻപിലുള്ളതും നിങ്ങൾക്ക് ശേഷമുള്ളതും അവൻ അറിയുന്നു. ഒമാ തസ്കുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ. ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലെ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീണാൽ അത് അവന്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ മറച്ചുവെച്ചതും അറിയുന്നവനാണ് അല്ലാഹു. ഇങ്ങനെയുള്ള ഒരു അല്ലാഹു ആണ് നമുക്ക് മുൻപിൻ അറിയാവുന്ന നമ്മുടെ ജീവിതത്തിന്റെ മുൻവശവും നമ്മുടെ ജീവിതത്തിന്റെ പുറകുവശവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും സൈക്കോളജിയും ബയോളജിയും ഫിസിയോളജിയും അറിയാവുന്ന പടച്ചവനാ പറഞ്ഞത് നീ പണി ചെയ്യരുതെന്ന്. അപ്പൊ അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പടച്ചവനെ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ? ആ പടച്ചവന്റെ അറിവിനേക്കാൾ കൂടുതൽ അറിവെനിക്കുണ്ട്. ആ പടച്ചവന്റെ യുക്തിയേക്കാൾ കൂടുതൽ യുക്തി എനിക്കുണ്ട്. ആ പടച്ചവൻ ജീവിച്ച കാലത്തേക്കാൾ പുരോഗമനപരമായ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നല്ലേ അവൻ പറയുന്നത്. അതൊരറാമല്ല. അത് അള്ളാഹിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലാണ്. അത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തന്നെ കൊണ്ടുപോയി പങ്കുചേർക്കലാണ്.